ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +1 റീവാലുവേഷന് സെപ്പറേറ്റ് മാർക്ക് ലിസ്റ്റ് ഉണ്ടോ, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് എപ്പോഴാണ് കിട്ടുന്നത് തുടങ്ങിയതാണ്. ആൻഡ് റീസെൻ്റായിട്ട് കമൻസിൽ കണ്ടിരുന്നു, അതായത് ഇപ്പോൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥിയുടെ പേര് പോലും ആ റീവാലുവേഷൻ്റെ റിസൾട്ട് ലിസ്റ്റിലില്ലെന്ന്. സോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് എന്തായാലും അതിലുണ്ടാവും. ഇപ്പം നമ്മുടെ മാർക്ക് ചേഞ്ച് ആയിട്ടില്ലെങ്കിലും നമ്മുടെ പേരിൻ്റെ കഴിഞ്ഞ് നോ ചേഞ്ച് എന്ന് കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ 3 ലിസ്റ്റിലും നിങ്ങളുടെ പേര് ഉണ്ടോയെന്ന് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം. അതായത് ഇപ്പോൾ 10% എബവ് മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, ആൻഡ് ചേഞ്ച് ഓർ നോ ചേഞ്ച് മാർക്ക് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ ചേഞ്ച് വിത്ത് മാർക്ക് എന്ന മാർക്ക് ലിസ്റ്റ് ഉണ്ട്. സോ ഈ 3 ലിസ്റ്റിലും നിങ്ങളുടെ പേരുണ്ടോയെന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. സോ ഈ 3 ലിസ്റ്റിലും നോക്കിയിട്ടും നിങ്ങളുടെ പേരില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്കൂൾ വഴിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളിലെ ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് പറയുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ചേഞ്ച് ഓർ നോ ചേഞ്ച് മാർക്ക് ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ മാർക്ക് ഇൻക്രീസ് ആയിട്ടില്ലെങ്കിലും ചേഞ്ച് ഇല്ലെങ്കിലും നോ ചേഞ്ച് എന്ന് കുറേ കുട്ടികളുടെ നെയിംസ് അതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ +1 റീവാലുവേഷന് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ലിസ്റ്റ് ഒന്നും ലഭിക്കുന്നതായിരിക്കില്ല. ഇനി നിങ്ങളുടെ +1 മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. അതായത് നിങ്ങളിപ്പോൾ +2 പഠിക്കുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് +1ൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടും. സാധാരണ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ +1ൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ്. സോ അതിൽ നമ്മുടെ റീവാലുവേഷൻ മാർക്കും അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് ഇൻക്രീസ് ആയ മാർക്കും എല്ലാം ആ സർട്ടിഫിക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ആൻഡ് നിങ്ങളിപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ PDF ഉണ്ടാവുമല്ലോ, PDF നിങ്ങളുടെ പേരുള്ള ആ പേജ് നിങ്ങളൊന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുവരെ റീവാലുവേഷന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റോ മാർക്ക് ലിസ്റ്റോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ +2ൻ്റെ നിങ്ങൾക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സുവോളജി ബോട്ടണിയുടെയൊക്കെ റെക്കോർഡിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഇത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.